ഇതിലേക്ക് സുരാജ് ഏട്ടനെയാണോ ആദ്യം ഫിക്സ് ചെയ്ത് അതോ രാജു ഏട്ടനെയാണോ? ആക്ച്വലി ഇവരെല്ലാം എന്റെ ഫസ്റ്റ് ഓപ്ഷൻസാ. പക്ഷെ സുരാജേട്ടന്റെ അടുത്താണ് ആദ്യം പോയി കഥ പറയാൻ. കാര്യം സജ്ജൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ സിനിമയിൽ സജ്ജനാണ് സിനിമ കൊണ്ടുപോകുന്നത്. അപ്പൊ സജ്ജനെ കണ്ട് കഥ പറയാ, സുരാജേട്ടൻ്റെ അടുത്ത് കഥ പറയാ. അപ്പൊ സുരാജന്റെ അടുത്ത് കഥ പറയുമ്പോൾ തന്നെ സുരാജേട്ടൻ കൊള്ളാം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് മോട്ടിവേഷൻ ആണ്. പിന്നെ ആ സമയത്ത് തന്നെ രാജുവിന്റെ അടുത്തും നമ്മൾ സിനോപ്സിസ് അയച്ചു കൊടുത്തായിരുന്നു. രാജു അവിടെ ഷൂട്ടിലായിരുന്നു. രാജു തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ മമതേനെ കണ്ടിരുന്നു. കാര്യം സഭ ഹാസ് ടു ബി മമത. മമത അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഈ രാജുവേട്ടൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് അദ്ദേഹം യെസ് പറഞ്ഞൊരു ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അന്ന് എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ പോലെ നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നോ? അത് ഭയങ്കരമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനും ഷാരിസും ആയിരുന്നു റൈറ്റർ. ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ ട്രംപ് കാർഡാണ്. അതായത് സുരാജേട്ടൻ ഡൺ, മമത ഡൺ. അപ്പൊ ഇവർ രണ്ടുപേരും സീലായി, ഓൾമോസ്റ്റ് റെഡി. ഇനി നമുക്ക് രാജുവിന് എടുത്തു. അപ്പൊ രാജു യെസ് പറഞ്ഞ ഭയങ്കര ഒരു എലിവേഷനാണ്. അപ്പോൾ കഥ പറയാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ചർച്ച. ഇപ്പോഴും ഓർക്കണ്ട, കാറിൽ പോയി നേരെ രാജുവിൻ്റെ അവിടെ എത്തി കഥ പറഞ്ഞ് ഡിജോ ഇതൊരു തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട പടമല്ലേ? ആ ചോദ്യം തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട പടമല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പടം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ റെഡി, നമുക്ക് ചെയ്യാം, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് റെഡി. പിന്നെ ഓണാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു. പിന്നെ പുള്ളി അന്ന് 2 ഇൻപുട്സ് പറഞ്ഞ് ഇപ്പോഴും ഓർക്കണ്ട. കഥയിൽ ചെറിയ 2 പോയിന്റ്സ് ഉള്ളു. അത് ഭയങ്കര ഞങ്ങൾക്ക് പോലും അപ്പൊ അത് ഇത്രയും നേരം കഥ പറഞ്ഞിട്ടിരുന്നിട്ട് പുള്ളി ഒരു തോട്ട് പറയണമെങ്കിൽ പുള്ളി അത്രയും ഭയങ്കര ഒരു എന്താ പറയാ ബുദ്ധിമാനാണ്, അടിപൊളി കക്ഷി. അതെ, ഈ എല്ലാ അതായത് നമ്മൾ പറയല്ലോ എല്ലാ മേഖലയിലും അത്യാവശ്യം കുറച്ച് നോളജ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അത്യാവശ്യമല്ല, എനിക്കൊന്ന് കുറച്ച് അധികം അതുകൊണ്ട് നമുക്ക് എന്ത് ചോദിക്കാനും ഒരു പേടി വരും. എന്റെ ഈ സെയിം സാധനത്തിന് നമുക്കൊരു ബ്ലാസ്റ്റ് സീൻ ഉണ്ടായിരുന്നു ട്രെയിലറിൽ. ഈ ബ്ലാസ്റ്റ് സീനിന്റെ ഇടയിൽ എനിക്ക് നമുക്ക് വേണ്ട പരിപാടി അറിയാം. അതായത് ഈ ഷോട്ട് ഇവിടെയാണ്, ഇവിടുന്ന് ബ്ലാസ്റ്റ് വരണം, ഇത്രേ ഉള്ളൂ. അവരെങ്ങനെ പൊട്ടിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും എനിക്കറിയില്ല. ബേസിക്കലി അതറിയില്ല. മാസ്റ്റർ എനിക്ക് ഈ കൗണ്ടിൽ ഇവിടെ വരുമ്പോൾ പൊട്ടണം, ഇതാണ് വേണ്ടത്. മാസ്റ്റർ മുന്നേ ശരി, ഞാനപ്പോൾ തീ കത്തിക്കാം, ഇതെല്ലാം വേണം. രാജു വന്നിട്ട് പക്ഷെ ഫസ്റ്റ് ചോദിക്കുന്നത് ആ പൊട്ടിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പൊട്ടിക്കുന്നത് എപ്പോഴാ, ഞാൻ അവിടെ ചവിട്ടുമ്പോഴല്ലേ പൊട്ടിക്കൂ. നവീൻ എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത്. കാര്യം ലൂസിഫറിലൊക്കെ പുള്ളി ഇവരുടെ കൂടെ എല്ലാവരെയും വെച്ചു. അപ്പൊ തലേദിവസം രാജുവിനെ കണ്ടപ്പോൾ രാജു പറഞ്ഞു നവീനല്ലേ? അപ്പം പറഞ്ഞു നവീനാണ്. എനിക്ക് പോലും അറിയില്ല. അപ്പൊ അത്ര ക്ലാരിറ്റിയാണ് പുള്ളിക്ക്. ആരാണ് പൈറോ ടെക്നീഷ്യൻ, ആരാണ് ഇത് ചെയ്യുന്നത്, ഈ നോസ് എവറിത്തിങ്. അതൊരു ഭയങ്കര. ഇപ്പം ഞാൻ പോലും ചിലപ്പോൾ അന്നേരം സിലിണ്ടറിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടാണ് പല രീതിയിലുണ്ടെന്നൊക്കെ നമുക്ക് ആ ആവശ്യത്തിന് വേണ്ടിയാണ്. പുള്ളി അപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ്.